ഇന്നത്തെ ഈ ഒരു യാത്ര ഇത്രയും കിടിലാകാൻ കാര്യം നമ്മുടെ രണ്ട് ചേട്ടന്മാരാണ്. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ചേട്ടാ പേരാണോ? ഏത് സെൽവറ? എൻ്റെ ലൈഫിൽ ഞാൻ നിങ്ങളെ പറയാം, ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന ഒരു KSRTC ജോലി ചെയ്യുന്ന ജീവനക്കാരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെ നിർത്താൻ പറയുന്നോ അവിടെ നിർത്തും. ടീച്ചർമാരായില്ല. നമ്മളെ KSRTC ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ആനവണ്ടിക്ക് ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ മൂന്നാർ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ നിൽക്കുകയാണ്. അതാണ്ട് നമുക്ക് സൈറ്റ് സീയിങ്ങിന് പോകാനായിട്ടുള്ള ബസ്സാണ് താണ്ട് ഈ കിടക്കുന്നത്. നേരെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ബസ്സിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ മച്ചാളെ നമ്മൾ ബസ്സിലോട്ട് കയറിയിട്ട് നമ്മൾ ഫ്രണ്ട് സീറ്റ് തന്നെ പിടിച്ച് അങ്ങ് ഇരിക്കുകയാണ്. അല്ല മച്ചാളെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യാത്ര ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? പിന്നെ ബസ്സിൽ ആനവണ്ടിക്കകത്തുള്ളൊരു സവാരി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ യാത്രയായിരിക്കും. മലയാളിയുടെ രാജധാനിയാണ് സത്യം പറഞ്ഞാൽ. എന്തായാലും ഇതിന്നിപ്പോൾ ഈ ട്രിപ്പ് KSRTC സ്റ്റാർട്ട് ചെയ്തിട്ടുന്ന ഇന്ന് രണ്ടാമത്തെ ട്രിപ്പാണ്. ഇന്നൊരു ഭാഗ്യത്തിന് നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇത് അറിഞ്ഞു. അപ്പോൾ തന്നെ നമ്മളിവിടെ കയറിയിട്ടുണ്ട്. ബസ്സിലൊക്കെ അത്യാവശ്യം യാത്രക്കാരുണ്ട്. ചേട്ടാ പേരെന്താണ്? പേര് നോമാൻ, മുഹമ്മദ് നോമാൻ. നോമാൻ എവിടെ നിന്നാണ്? മലപ്പുറം. ഓക്കെ. ചെയ്യുന്ന ആളാണ്. മൂന്നാർ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. പ്രത്യേകിച്ച് നമ്മളെ ട്രിപ്പ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയ വളരെ സന്തോഷമായി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് പൊളിക്കണം. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? കേട്ടറിഞ്ഞു. ആ, ചേട്ടൻ്റെ സ്ഥലം ഇവിടെ? തൊടുപുഴ. ഓക്കെ. ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല രീതിയിൽ. ഇത് പുതിയൊരു ഇതല്ലേ, അറിഞ്ഞിട്ട് വന്നതാണ്. ഓക്കെ. അതെ. അപ്പോൾ എന്തായാലും നമുക്ക് അടിച്ച് പൊളിക്കാം. ശരി. എങ്ങനെയുണ്ട് ട്രിപ്പൊക്കെ? എങ്ങനെയുണ്ട്? മൂന്നാർ വന്നിട്ട് എങ്ങനെയുണ്ട്? നല്ല തണുപ്പൊക്കെ ഉണ്ട്, നല്ല ക്ലൈമറ്റ് ആണ്. എവിടെന്നാ വരുന്നത്? തൃശ്ശൂർ. ഗെയ്സ്, അങ്ങനെ നമ്മളെ കൂടെ യാത്ര ചെയ്യുന്ന കുറച്ച് മച്ചാന്മാരെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ ബ്രോ? ജീവൻ. അഭിജിത്ത്. എവിടെന്നാ വരുന്നത്? കോട്ടയത്ത്. എങ്ങനെയുണ്ട് മൂന്നാർ? അടിപൊളി. എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്? വന്നേ ഉള്ളൂ. എത്ര ദിവസം ഉണ്ട്? 2 ദിവസം. നാളെ. പേരെന്താണ്? സാഗൻ. വിഷ്ണു. അപ്പോൾ പുതിയൊരു മച്ചാനെ കിട്ടിയിട്ടുണ്ട്. പേരെന്താണ്? ലുക്മാൻ. ഓക്കെ. എവിടെന്നാ വരുന്നത്? മലപ്പുറം. മൂന്നാർ എങ്ങനെ ഉണ്ടായിരുന്നു? നൈസാണ്. എത്ര ദിവസമായി വന്നിട്ട്? എത്ര ദിവസമായി വന്നിട്ട്? വന്നിട്ട് 2 ദിവസം. 2 ദിവസം. നിങ്ങൾ എത്ര പേര് വന്നു? 8 പേര്. അപ്പം ഇന്ന് ഫുള്ള് പൊളിക്കല്ലേ? അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളെ വണ്ടിയിൽ നിന്ന് ഓടിക്കുന്ന ഡ്രൈവർ തന്നെ ഈ ചേട്ടനാണ് നമ്മളെ ഡ്രൈവറായിട്ടിരിക്കുന്നത്. ചേട്ടൻ്റെ സ്ഥലം എവിടെ? ട്രിപ്പ് പൊളിക്കണ്ടേ? അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ട്രിപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇനി എന്തായാലും പോകുന്ന വഴിയിൽ ബാക്കി കാഴ്ചകൾ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ നമ്മളെ ബസ് തന്നെ ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മൂന്നാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മളെ ബസ് ഇറങ്ങി ഇനി നമ്മൾ കുറച്ച് യാത്രയിലോട്ട് കിടക്കുകയാണ്. നമ്മുടെ ട്രിപ്പ് ഇവിടെ നിന്നുകൊണ്ട് പൊളിക്കണ്ടേ? അടിച്ച് പൊളിക്കണം. ഒരു പുതിയ അനുഭവമായിരിക്കും. KSRTC ബസ്സിലാണെന്നുള്ള ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ഡ്രൈവർ, കണ്ടക്ടർ എല്ലാം നമ്മളെ ഫ്രണ്ട്ലിയാണ്. നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നമുക്ക് ഈ ബസ് നിർത്തി തരും. അങ്ങനെയൊക്കെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ആരും KSRTC ബസ്സാണ്, അതുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്നും വിചാരിക്കണ്ട. പൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂഡിലാണ്.
ഗൈസ് അങ്ങനെ നമ്മൾ ആന വണ്ടി മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം നടന്നു പോകണം. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല വണ്ടി തന്നെ അലങ്കരിച്ച് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വരുന്നവരെ വണ്ടി ഇവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് നടന്നു പോകാം. നല്ല തിരക്കുണ്ട്, ഒരുപാട് ആൾക്കാർ ടൂറിസ്റ്റുകളായിട്ടും മറ്റും വന്ന് നിൽക്കുന്നുണ്ട്. ഗെയ്സ് അപ്പോൾ താണ്ട ഈ നടന്ന് വരുന്നതെല്ലാം നമ്മളവിടെ ബസ്സിൽ വന്ന ടീംസാണ്. വേണ്ട ഒരു 10-32 പേരോളം ഉണ്ട് നമ്മളവിടെ ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട്. അതുകൊണ്ട് അവരെല്ലാം നമ്മളവിടെ ബസ്സിൽ വന്ന ടീംസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ലൈനായിട്ട് പോകാനുണ്ടോ, സ്കൂൾ കുട്ടികളൊക്കെ. അങ്ങനെ കേസ് നമ്മൾ മൂന്നാറിൻ്റെ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളവിടെ ഇവിടെ കയറാണ്ട് 20 രൂപ പാസ്സുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ തന്നെ ഇങ്ങനെ കയറി നടന്നു വരികയാണ്. മൂന്നാറിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ എന്നാണ് പറയുന്നത്. നല്ല വെയിലുണ്ട് കേട്ടോ. അങ്ങനെ മൂന്നാർ വ്യൂ സ്റ്റേഷനിലെ വ്യൂ പോയിന്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി കുറച്ച് 200 മീറ്റർ താഴോട്ട് പോകാം. അവിടെ താഴോട്ട് പോയിട്ടുള്ള വിശേഷങ്ങൾ എന്താണ് നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം. ശരിക്കും പറഞ്ഞാൽ തളർന്നുണ്ട്, സ്റ്റെപ്പൊന്നും കയറാൻ വയ്യ. അതിമനോഹരമായി ഇതിനകത്ത് നിന്നിട്ടുള്ളൊരു വിഷ്വൽ ഞാൻ നിങ്ങൾക്ക് ഇതിന് തൊട്ട് മുമ്പ് കാണിച്ചിട്ട് ഇതിനകത്ത് നിന്ന് എടുത്തൊരു വിഷ്വലായിരുന്നു. എന്നാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഈ മൂന്നാർ വ്യൂ സ്റ്റേഷൻ വരുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. അതാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വാച്ച് ടവർ 2015-2016 ആ സമയത്താണ് ഇത് പണിഞ്ഞത്. തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഇതിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഗൈസ് ഇനി നമ്മൾ മൂന്നാർ വന്നിട്ട് ഇതിൻ്റെ ഒരു 200 മീറ്റർ താഴ്ചയിലോട്ട് ഇറങ്ങി പോവുകയാണ്. വിജനമായ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ച് പോവുകയാണ്. ഈ കാണുന്ന ഇറക്കമാണ് നമ്മൾ ഇനിയിപ്പോൾ ഇറങ്ങി പോകാനായിട്ടുള്ളത്. നമ്മളിന്ന് ഫുള്ള് മുകളിലോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് വെറൈറ്റി ഇനിയിപ്പോൾ കുറച്ച് നമുക്ക് താഴോട്ട് പോകാം. എന്താണ് സംഭവം എന്നൊക്കെ നോക്കിയിട്ടൊക്കെ വരാം. വരുന്ന വഴിയിലുള്ള കാഴ്ചകൾ നമുക്ക് നിങ്ങളെയും കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ നോക്കി ഇറങ്ങണം കേട്ടോ ഗൈസ്. പിന്നെ ഇവിടെ വരുന്നവർ 20 രൂപ ഒരാൾക്ക് 20 രൂപ ടിക്കറ്റ് എടുക്കണം. എന്നാലേ നമുക്ക് ഇവിടെ ഇപ്പോൾ പോകുന്ന ആ പോർഷനിലൂടെ പോകാൻ പറ്റും. കൊള്ളാം, നല്ല സ്ഥലം, നമുക്ക് ഇറങ്ങി വരാൻ പറ്റുന്നുണ്ട്. അതിന് ഏതായിട്ടുള്ള രീതിയിൽ അവർ റെഡിയാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാല് സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ ഇടിച്ച് താഴെ വരും. കുഴി ഇതാണ്ട ഒക്കെ നേരെ ഇതാ ഇത്രയും താഴ്ചയിലോട്ട് പോവും. ഇറങ്ങാൻ നല്ല എളുപ്പമാണ്. ഓ ഗെയ്സ്, ഒന്നാമത്തെ കടമ്പ കഴിഞ്ഞു ഒരു ചെറിയൊരു ഇതിലെത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കുള്ള കാഴ്ചകൾ ഇതാണ്. മലകളാൽ ചുറ്റപ്പെട്ട ഒരു വലിയൊരു പ്രദേശത്തിൻ്റെ നടുക്ക് നിന്നാണ് നമ്മൾ ഈ വിഷ്വൽ കാണുന്നത്. അതാണ് ഇവിടെ ഒരു വ്യൂ പോയിന്റ് എന്ന് തന്നെ പറയാൻ കാരണം. അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ നമുക്ക് വീണ്ടും താഴോട്ടിറങ്ങാം. ഇവിടെ ഇന്ന് ഇപ്പോൾ നമ്മൾ ഇത് കൂടെ തന്നെ ഏകദേശം ഒരു 4-5 വ്ളോഗേഴ്സ്മാർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വ്ളോഗർമാരെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞായിരുന്നു അതിൻ്റെ ഇടയിൽ. അടുത്ത ഒരു കടമ്പയിൽ എത്തുമ്പോഴത്തേക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ 3 സൈഡും മലനിരകൾ. അതിൻ്റെ ആ ഒരു വ്യൂ കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഒരു വ്യൂ പോയിന്റ് കഴിഞ്ഞു. ഇനി അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ അടിവെച്ച് നടക്കുകയാണ് ഗൈസ്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പാർട്ട് തിരിച്ചായിട്ടാണ് ഇവിടെ വ്യൂ പോയിന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഇറങ്ങി നമ്മൾ തിരിച്ചു കയറി കളമല്ലേ. അതെ, കേറാൻ നല്ല പണി. ഓടി കയറിയോ? ഗായ്സ് അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആണല്ലേ അല്ലേ? അപ്പോൾ ഇതാണ് ഗൈസ്, നമ്മളിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന മനോഹരമായ ദൃശ്യം.
മൂന്നാറിന്റെ മറ്റൊരു വ്യൂ പോയിന്റ്. ഭയങ്കര രസമാണ് മക്കളെ ഇവിടെ കാണാനായിട്ട്. നമ്മൾ 4 ചുറ്റും മലകളാണ്. അതിന്റെ നടുവിൽ നമ്മൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ കുറച്ച് പേരുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്ന് നോക്കുമ്പോൾ കൂടെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ സ്ഥിരം വന്നു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങളും വരിക, അടിപൊളി സ്ഥലം. നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് പോകാൻ പറ്റുന്നത്. ഓഫ് റോഡ് ട്രിപ്പ്, അഡ്വഞ്ചർ ട്രിപ്പ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഗൈസ്. ഇതാ നമ്മുടെ മുജീർ മച്ചാൻ. ഗൈസ് ഒരു രക്ഷയില്ലാത്ത ഇതാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് ആരെയും നമ്മൾ പ്രിഫർ ചെയ്യത്തില്ല. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ഇവിടെ ഭയങ്കരമായിട്ട് സ്ലിപ്പാവും. കാരണം അവരവിടെ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ ബ്ലോക്ക് ചെയ്തതിൻ്റെ ഇടയിലൊരു ചെറിയൊരു വഴി, നമ്മളെ റിസ്കിൽ ഇറങ്ങണം. നമ്മളെ റിസ്കിൽ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇങ്ങോട്ട് ആരെയും പ്രിഫർ ചെയ്യുന്നില്ല. നമ്മൾ നമ്മളെ റിസ്കിൽ, സ്വന്തം റിസ്കിൽ നമ്മൾ ഇറങ്ങി. താഴെ ഭയങ്കരമായ കൊക്കയാണ്. താഴോട്ട് ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് നമ്മുടെ ലക്ഷ്യം. ആരും സഞ്ചരിക്കാത്ത വിജനമായ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചു നിങ്ങൾ. അതെ, മുജീർ മച്ചൻ ഒരു ഭ്രാന്തനെ പോലെ. നല്ല സ്ലിപ്പാവും, നോക്കി ഇറങ്ങി വരണം. ഇതുവരെ ഉള്ളല്ലേ? ഓക്കെ, മതിയല്ലോ. അളിയ സെറ്റ്, അളിയ സെറ്റ്. ഗായ്സ്, അപ്പോൾ നമ്മളിതാ ഈ മലയുടെ ഏറ്റവും താഴോട്ടുള്ള പോർഷനിൽ ഇങ്ങനെ നടന്ന് നീങ്ങി വരികയാണ്. അപ്പോൾ ഇവിടെ ഇനി എല്ലാവരും താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് റിസ്ക് എടുത്ത് താഴോട്ട് ഇറങ്ങാൻ വയ്യ. ഞാൻ താഴോട്ട് ഇറങ്ങുന്നില്ല എന്തായാലും. ഇത് ഇറങ്ങി കഴിഞ്ഞാൽ ഉരുണ്ട് താഴെ വീഴും. ഇനി ഇത് തിരിച്ച് കയറണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എൻ്റെ സങ്കടം. അപ്പോൾ എന്തായാലും നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. സ്ഥലം ഒരു മലകൾ ഇങ്ങനെ എത്ര മലകളുണ്ട് നേരെ കിടക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് കോട വന്നുകൊണ്ടിരിക്കുന്നു. ആ സൈഡിൽ നിന്ന് കോട കയറിക്കൊണ്ടിരിക്കുന്നു. ഒരു 12 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ കോട വരും അല്ലേ ഏട്ടാ? 12 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഇത് കാണത്തില്ല. ഫുള്ള് മഞ്ഞായിട്ട് അങ്ങ് മൂടി നിൽക്കുന്നൊരു അവസ്ഥയായിരിക്കും. ഗായ്സ്, അയ്യോ, ഇറങ്ങാൻ ഭയങ്കര സിമ്പിളായിരുന്നു ഗൈസ്. തിരിച്ച് വളരെ കഷ്ടപ്പെട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി, വേറെ ലെവൽ അനുഭവമായിരുന്നു. നമ്മളവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും നല്ല എൻജോയ് മൂഡിൽ, നല്ല ട്രിപ്പ് മോഡലിൽ നിൽക്കുകയാണ്. നമ്മളിതാ ഇവിടുത്തെ വ്യൂ പോയിൻ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ ബസ്സിലേക്ക് ചേക്കേറാനായിട്ട് പോവുകയാണ്. ഇനി അടുത്ത സ്ഥലത്തോട്ടാണ് നമ്മളുടെ പോക്ക്. മുജീർ അച്ഛനെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ട്രിപ്പ്? പൊളിയായിരുന്നു. പക്ഷേ ഇന്ന് തിരിച്ച് കയറണമെന്ന് ഓർക്കുമ്പോഴത്തേക്കുള്ളൊരു സങ്കടം. മുജീർ പറയുന്നത് ഏറ്റവും വലിയൊരു പാടാതാണ്. നമ്മൾ മുജീർ പറയുന്നത് ഭയങ്കര എളുപ്പമായിരുന്നു. ഈ ട്രോളിയൊക്കെ ഇല്ലേ, ഇവൻ അതുപോലെ എടുത്തോണ്ട് പോകണമെന്ന് അവിടെ തൊട്ടേ പറയുകയാണ്. കുറച്ച് നടക്കട്ടല്ലേ ഗൈസ്, തടിയൊക്കെ ഒന്ന് പറയട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ കയറി ഗൈസ്. അതേ പറഞ്ഞ ശ്വാസം വിടാൻ പോലും പറ്റില്ല. നെഞ്ചൊക്കെ 100 കിലോമീറ്റർ സ്പീഡ് ഇടിച്ചോണ്ടിരിക്കുന്നു. മുജീറ കളി തളർന്നു ഇവിടെ ഇരിക്കാൻ തുടങ്ങി. നമ്മൾ മലയിൽ താഴെ കയറി ബസ്സിലെത്തിയപ്പോൾ ഒത്തിരി ലേറ്റായി പോയി. ബാക്കിയുള്ളത് ഇരിക്കുന്ന എല്ലാവരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. എല്ലാവരും സപ്പോർട്ടിങ് ആയിട്ട് തന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് കുണ്ടള ഡാമിലാണ്. കുണ്ടള ഡാമിലോട്ടാണ്. അപ്പോൾ എന്നാലും ബാക്കി വിശേഷങ്ങൾ കുണ്ടള ഡാമിൽ ചെന്നിട്ട് നമുക്ക് എന്താണെന്ന് പറയാം. ഗൈസ്, അങ്ങനെ നമ്മൾ കുണ്ടള ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് ഇവിടുന്ന് 5 മീറ്റർ കൂടെ താഴോട്ട് നടന്നു പോകണം. അപ്പോൾ KSRTC ബസ് നമുക്ക് ഇതുവരെ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇനി അങ്ങോട്ടേക്ക് നടന്നു പോവാം. നമ്മുടെ കൂടെ 2 പേരുടെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഒന്ന് നമ്മുടെ പേരെന്തായിരുന്നു? നോമാൻ മലപ്പുറം. ചേട്ടൻ്റെ പേരെന്തായിരുന്നു?
എൽദോസ് എന്ന സ്ഥലം മലപ്പുറം മൂവാറ്റുപുഴ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പോയി. നമ്മളിപ്പോൾ എന്തായാലും നമ്മൾ 4 പേര് ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് നടക്കാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ കുണ്ടള ഡാമിലാണ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസിൻ്റെ പോർഷനിൽ നമ്മൾ നിൽക്കുകയാണ്. ഇനി മുമ്പോട്ട് കടന്നു പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇതാ നമ്മോട് കൂടി കടന്നു വരികയാണ്. അപ്പോൾ നമ്മുടെ മച്ചാന്മാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അടിച്ചു വിളിക്കണ്ടേ? പൊളിക്കും. അപ്പോൾ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. അപ്പം നല്ലൊരു പ്ലേസാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ഡാമിൻ്റെ പുറത്തൂടെ ഒക്കെ വരുന്നത്. ഈ ഡാമിൻ്റെ പുറത്തൂടെ? അതെ. ഡാമിൻ്റെ ഷട്ടർ തുറന്നിട്ടുണ്ട് 2 ഒരു ഷട്ടർ അല്ലേ? ഡാമിൻ്റെ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗായ്സ്, അപ്പോൾ നമ്മൾ കുണ്ടള ഡാമിൻ്റെ അവിടെ നിന്ന് അപ്പം യൂക്കാലി മരങ്ങൾ നിബിഡമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്തോടു കൂടി നമ്മളെ മച്ചാനും നമ്മളെ മറ്റ് ചങ്കുകളുമായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ്. അതെ, അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്. ബോട്ടിങ്ങൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ബോട്ടിങ്ങിലൊന്നും കയറുന്നില്ല. അപ്പോൾ കുണ്ടള ഡാമിൽ നമ്മൾ കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബോട്ടിങ്ങിൻ്റെ സെക്ഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രസമുള്ളൊരു കാഴ്ചയാണ് ഇവിടെയൊക്കെ. അതും നമ്മുടെ യൂക്കാലിപ്റ്റസ് അല്ലേ, യൂക്കാലി മരത്തിൻ്റെ മരങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്ന ആ ഒരു പ്രദേശത്തോടു കൂടിയൊക്കെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് അല്ലേ. ഓരോരോ വഴികൾ നമ്മൾ തന്നെ. അമ്മേ പേടിക്കണ്ട, ആരും പേടിക്കണ്ട, ഓടിക്കോ. മുജീർ മച്ചൻ തളന്ന് ഇവിടെ ഒരു സ്ഥലത്ത് ഇരിപ്പായി ഗൈസ്. പുള്ളി കാണുമ്പോൾ എല്ലാം നല്ല പ്രായമുണ്ട്. ഇവിടെ ഇരുന്നിട്ട് പറയാം പൊത്തിയാടിയാണ് വന്നത്. ഇതൊന്നും നേരെയുള്ള വഴിയല്ല, ഇറങ്ങിപ്പോകുമ്പോൾ അവർക്കറിയാം. ആന വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ട്രിപ്പ്, നമ്മുടെ ഒരു ഫീൽ എന്ന് പറയുന്നത്? KSRTC ബസ്സിലും കൂടെ ആയോളി സെറ്റ് അല്ലേ? KSRTC ബസ്സിലും കൂടെ ആയോളി സൂപ്പറായിട്ടുണ്ട്. ആനവണ്ടി വൈബില് നമ്മള് മലകളൊക്കെ കയറി. മലയാളികളുടെ അഹങ്കാരമാണല്ലേ ആനവണ്ടി. പിന്നെ അതിലൊരു പൊളി ട്രിപ്പ് അല്ലായിരുന്നു. ആണെങ്കിൽ അത് ആനവണ്ടിയിൽ തന്നെ ആയിരിക്കും. ആനവണ്ടിയിൽ അതങ്ങനെ വേണം. ഒരു രാജയ്ക്ക് പ്രൗഢിയിലല്ലേ ഇളയാ വളഞ്ഞ് കയറി വരുന്നത്. വരവ് കാണുമ്പോഴേ ഒരു ലുക്കാണ്. അപ്പോൾ ഗായ്സ്, നമ്മളിവിടെ ഇപ്പോൾ യൂക്കാലി മരത്തിൻ്റെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന പ്രദേശത്ത് കൂടി നടന്നു വരികയാണ്. അപ്പോൾ തൊട്ടടുത്ത് ഇവിടെ ഒരു ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇത്തെ സാഹചര്യത്തിൽ ബോട്ടിങ്ങിന് ഉള്ളൊരു സമയമില്ല. നമുക്ക് തൊട്ടടുത്തുള്ള സ്ഥലത്തോട്ടൊക്കെ പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളാരും ഇപ്പോൾ ബോട്ടിങ്ങിലോട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ വിഷ്വൽ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇതാ ഇവിടെ ഇങ്ങനെയാണ് ഈ ഒരു പ്ലേസ്. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സംഭവമാണ്. അതെ, ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ പ്ലേസാണ്. ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. കപ്പിൾസും ലവേഴ്സും എല്ലാവരും ഉണ്ട് അല്ലേ? ഇവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും വരാം. നിങ്ങൾ എന്തായാലും വരണം, വരാതിരിക്കരുത്. ഒരു തവണയെങ്കിലും ഇവിടെ വരണം. അതെ, അതാണ് ഇങ്ങോട്ട് പോരി. നമ്മളെ മച്ചാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ മച്ചാനെ എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. അതെ, അടിപൊളി സൂപ്പർ സ്ഥലമാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഇവിടെ എത്താൻ അടിച്ച് പൊളിക്കുക. ഇവിടെ കുട്ടവഞ്ചിയും
അല്ലാതെയുള്ള ബോട്ടൊക്കെ ഉണ്ട്. എല്ലാ സേഫ്റ്റിയോടും കൂടിയാണ് ഇവിടെ ഇത് നടക്കുന്നത്. അങ്ങനെ ബോട്ടിങ്ങിലൊന്നും കയറിയില്ല. ബോട്ടിങ്ങിലൊന്നും കയറാതെ നമ്മൾ ഇവിടെ ബസ്സിലോട്ട് തിരിച്ചു വേണം. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ മൂന്നാറിൻ്റെ പല പോർഷനിൽ ഇപ്പോൾ പോയിട്ട് തിരിച്ച് നമ്മൾ വരുന്ന വഴിക്കാണ്, മൂന്നാറിലേക്ക് തിരിച്ച് വരുന്ന വഴിക്കാണ്. അപ്പോൾ എക്കോ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, എക്കോ പോയിൻ്റ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. എന്താ പറയുന്നത്, ഒരു നദിയിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കുന്ന ആൾക്കാരും ഒക്കെ ഇവിടെ ഉണ്ട്. എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഈ ഒരു പ്ലേസാണ് നമ്മുടെ മെയിൻ എക്കോ പോയിൻ്റ്. അപ്പം ഇതാ നമ്മുടെ മച്ചന്മാരൊക്കെ ഇതാ ഇവിടെ ഉണ്ട്. ഗായ്സ്, അപ്പോൾ നമ്മുടെ യാത്ര 3 ദിവസത്തെ യാത്രയിൽ നമ്മുടെ ആനവണ്ടിയിലെ സവാരി ഇതാ ഇപ്പോൾ നമ്മുടെ സ്വന്തം മാടുപ്പെട്ടി ഡാമിൻ്റെ പരിസരത്താണ് നിൽക്കുന്നത്. അപ്പോൾ വണ്ടി അവിടെ ബസ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും മുജീർ മച്ചാനോട് ഇറങ്ങി, മുജീർ മച്ചാൻ അണക്കെട്ടിൻ്റെ സൈഡിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ ബാക്കിൽ കാണുന്ന ആ ഒരു വ്യൂ ഉണ്ടോ, ഇതാണ് ഇവിടുത്തെ ഡാം. ഗെയ്സ്, നമ്മളിവിടെ വ്ളോഗ് ചെയ്ത് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മറ്റൊരു വ്ളോഗറെ കണ്ടിട്ടുണ്ട്. അതായത് മാസ്ക് ഒന്ന് മാറ്റി നമ്മളെ കൂടെ ഉണ്ടായിരുന്നല്ലോ ബ്രോ. അപ്പോൾ പേരൊക്കെ പറഞ്ഞ ചാനലിൻ്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞ്. എൻ്റെ ചാനലിൻ്റെ പേര് അബീസ് വ്ലോഗ് എന്നാണ് കേട്ടോ. പേര് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ചേട്ടാൻ്റെ നിന്ന് തകർത്ത് എടുത്തേക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടുപേരും പുതിയ യൂട്യൂബേഴ്സാണ്. അപ്പോൾ നിങ്ങൾ കട്ടറാക്കി സപ്പോർട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് ഇതേപോലുള്ള പുതിയ തീർച്ചയായിട്ടും. ഓക്കെ. അങ്ങനെ നമ്മളെ KSRTC ട്രിപ്പ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് ഒരു സ്ഥലത്തും കൂടെ പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് 2-3 സ്ഥലത്തൊക്കെ പോയി അവിടെയൊന്നും ഒന്നും ഇല്ലായിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മളും വല്ല ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുമില്ലായിരുന്നു. കാരണം മറ്റേ എലിഫൻറ്റിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഷൂട്ടിങ് പറ്റത്തില്ല, അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് കാരണം നമ്മൾ വേറെ ഒന്നും അങ്ങോട്ട് വലുതായിട്ട് ഇതാക്കിയില്ല. മറ്റുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോയി അടിച്ചു പോയി മാക്സിമം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ മാക്സിമം ഷൂട്ട് ചെയ്തായിരുന്നു. നമ്മുടെ KSRTC നമ്മൾ ചങ്ക് ഡ്രൈവറായ ബാക്കിൽ ബാക്കിയുള്ള പയ്യന്മാരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഫാമിലി ആയിട്ട് വന്നവരുണ്ട്, അല്ലാതെ വന്നവരുണ്ട്. നമ്മുടെ ചങ്ക് പോകുന്നുണ്ട്, അവിടെ ഇരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ട്രിപ്പാണ്. ഇപ്പോൾ ഏകദേശം വൈകിട്ട് 5 മണി അടുപ്പിച്ചായിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് നമ്മളെ ഇഷ്ടാനുസരണം നമ്മളെവിടെ നിർത്താൻ പറയണോ അവിടെ നിർത്തി നമുക്ക് എന്ത് ആവശ്യമുണ്ടോ അതെല്ലാം ചെയ്തു തരുന്നതിനായിട്ടുള്ള ഒരു പക്ക നമ്മളെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രൈവറും കണ്ടക്ടറുമാണ് നമുക്ക് ഈ ബസ്സിൽ കിട്ടിയിരിക്കുന്നത്, അല്ലേ? അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് യാത്രക്കാർക്കും എല്ലാവർക്കും ഒരു ഉന്മേഷം തരാനായിട്ട് ഇവിടുത്തെ നമ്മുടെ പയ്യന്മാരുണ്ട്.
ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ പോയിന്റിലേക്ക് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഫോട്ടോ നല്ല രീതിയിലൊക്കെ എടുക്കാൻ പറ്റുന്ന കുറച്ച് പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടെ എത്തി നിൽക്കുകയാണ്. ഇതൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നേരെ ഡിപ്പോയിൽ പോകുന്നു. ഇന്നത്തെ നമ്മുടെ ആനവണ്ടിയിലെ സവാരി ഇവിടെ അങ്ങ് പര്യവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കിടിലം വീഡിയോകളായിട്ട് നമ്മൾ ഇനിയും എത്തും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ കാസർഗോട്ടുകാരാണ്. മൂന്നാർ താമസമാണ്. എന്ത് വർക്ക് ചെയ്യുന്നു? ഇപ്പോൾ എൻ്റെ മകൻ ഇവിടെ മൂന്നാർ കോളേജ് ചേർന്നുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. എങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ട്രിപ്പ്? വളരെ ഉഷാറാണ്. KSRTC ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് വളരെ ആളുകൾക്ക് ഉപകാരപ്രദമായിരിക്കും. അതേപോലെ നമ്മൾ മറ്റേ സ്ലീപ്പറിനെ പറ്റി എന്താണ്? സ്ലീപ്പർ കിടന്നിട്ടില്ല, കണ്ടിട്ടുണ്ട്. നല്ല സംഭവമാണത്. 100 രൂപയ്ക്ക് ഒരാൾക്ക് താമസിക്കാൻ കഴിയുക. അതേപോലെ 250 രൂപയ്ക്ക് മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ അടക്കം ചുറ്റാൻ കഴിയുക എന്നൊക്കെ വലിയൊരു സംഭവം. നമ്മളെ KSRTC ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഗായ്സ്, മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ ആനവണ്ടിയിലെ യാത്ര ഇന്ന് ഇവിടെ പര്യവസാനിക്കുകയാണ്. അപ്പോൾ ഈ യാത്രയിൽ കൂടെ നിന്നിരുന്ന നമ്മുടെ ചങ്ക് സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഒരുപാട് മച്ചന്മാരിവിടെ ഉണ്ട്. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര ഇത്രയും കിടിലാകാൻ കാര്യം നമ്മുടെ 2 ചേട്ടന്മാരാണ്. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ചേട്ടാ, സെൽവറാ. എൻ്റെ ലൈഫിൽ ഞാൻ നിങ്ങളെ പറയാം, ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന ഒരു KSRTCയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെ നിർത്താൻ പറയുന്നോ അവിടെ നിർത്തും. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും മൂന്നാറിലേക്ക് വരിക. നമ്മുടെ KSRTCയുടെ ഈ ഒരു യാത്ര നിങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് വേണം ഇവിടെ നിന്ന് പോകാൻ. അപ്പോൾ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഷെയർ ചെയ്യുക, വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെല്ലാവരും അപ്പോൾ വീണ്ടും ഇതുപോലുള്ള അടുത്ത ബ്ലോഗുമായിട്ട് ഞങ്ങൾ എത്തുമ്പോഴേക്കും സൈനിങ് ഓഫ് മുജീർ മച്ചാനോട് സഞ്ജയ് മേവാനോട് പാപ്പം നമ്മുടെ